ഇനി ഞാനൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കില്ല, അദ്ദേഹം പഞ്ചായത്തിലാണ് മത്സരിച്ചത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു, 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി എന്നെ വിളിച്ച് നീ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ സേനാപതി കൊണ്ട് മത്സരം കിട്ടില്ല. കാരണം 2 പ്രാവശ്യം ഒരു പാർട്ടി ഒരാൾക്ക് ഒരു അവസരം, അതുതന്നെ ഈ പാർട്ടിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ഇപ്പൊ ഞാൻ 60 വയസ്സിലെത്തുന്നു, പ്രായം പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും 65 ആണ്. ഈ പാർട്ടിയിൽ ഇപ്പൊ 30-35 വയസ്സിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ അവർക്ക് അവസരം ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഉമ്മൻചാണ്ടി 27ാമത്തെ വയസ്സിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ബാലകൃഷ്ണപിള്ള 25ാമത്തെ വയസ്സിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, PJ ജോസഫ് 33ാമത്തെ വയസ്സിൽ 32ാമത്തെ വയസ്സിൽ ആഭ്യന്തരമന്ത്രിയായി. ഇതൊക്കെ പത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോ നെടുങ്കണ്ടത്തെ ഉടുമ്പൻചോലയെ സംബന്ധിച്ച് നമ്മൾ ഈ 60-70 വയസ്സ് ആയതിനു ശേഷം ആളുകൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മതി. ചെറുപ്പക്കാർക്ക് കിട്ടണം. ഇന്ന് അവസരം കിട്ടാത്തവന് നാളെ അവസരം കിട്ടും. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മത്സരിക്കും. അത് വേറെ സീനിയേഴ്സ്, അതിപ്പോ എന്റെ അജണ്ടയിൽപ്പെട്ട കാര്യം, അതെന്റെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനയാന്യതനായി നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ശേഷം ഞാൻ ഈ പാർട്ടി നേതൃത്വത്തിലുള്ള പാർട്ടിക്കാരോട് ഒരു നിയമസഭയിൽ മത്സരിക്കണം എന്നൊരു ആവശ്യവുമായി സേനാപതികൾ വരില്ല. അങ്ങനെ ഞാൻ ഒരാളുടെയും വഴിയോ മാർഗമോ തടയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഉറപ്പുന്നു. പിന്നെ ഒരവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ പറയുന്നു, അടുത്ത 100 കൊല്ലത്തേക്ക് ഈ മണ്ഡലം കൈവിട്ടു പോകാത്ത രീതിയിൽ ഒരു MLAക്ക് അതെനിക്കറിയാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.